നെക്സ്റ്റ് അപ്പോൾ ഇതിലത്തെ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3-ലേത്തത് 3 അല്ല 4th പാർട്ട് 4th ആണ്. പാർട്ട് 4th എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇതിൻ്റെ പേര് ടോൾ ട്രീസ് ആണ്. ടോൾ ട്രീസ് എന്നുള്ള പാഠമാണ്. ടോൾ ട്രീസ് എന്ന് പറയുന്നത് നേച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നേച്ചർ ക്യാൻ ബി ഫെൽറ്റ് ആൻഡ് ട്രീസ് ക്യാൻ ബി സീൻ എവ്രിവർ. നമുക്ക് എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ഇതെന്ന് പറയുന്നത് ടോൾ ട്രീസ് എന്നുള്ള പാഠത്തിൻ്റെത്. വൺ ക്യാൻ സെൽ ട്രീസ് ഇൻ എ ഫോറസ്റ്റ് വില്ലേജ് ആൻഡ് കൈ മൗണ്ടെയിൻ സ്ലോപ്സ്. ആ ട്രീസിൻ്റെ ദ പോയിറ്റ് സേസ് ദാറ്റ് ഓൾ ട്രീസ് ഹാവ് ദെയർ ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ദ ഹെഡ് ഇൻ ദ സ്കൈ. ഓരോ പോയറ്റിൻ്റെ ഇത് എന്താണ്? ഇതൊരു പോയാണ്. ടോൾ ട്രീസ് എന്ന് പറയുന്നത് ഒരു പോയാണ്. ഇത് പ്രോസ് ആണ്. പ്രോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ്, നാടകം എന്നൊക്കെ പറയും. അപ്പം ഈ പോയത്തിൽ നേച്ചർ ക്യാൻ ബി ഫെൽറ്റ്, ട്രീസ് ക്യാൻ ബി ഇൻ എവരിവർ, വൺ ക്യാൻ സീ ടോൾ ട്രീസ് ഇൻ എ ഫോറസ്റ്റ്, വില്ലേജസ് ആൻഡ് മൗണ്ടെയിൻ സ്ലോപ്സ്. ദ പോയിറ്റ് സേസ് ദാറ്റ് ഓൾ ട്രീസ് ഹാവ് ദെയർ ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. എല്ലാ ചെടികൾക്കും എന്തുണ്ട് എന്നാണ് പോയിറ്റ് പറയുന്നത്? ആ ഒരു ഫീറ്റ് അത് എവിടെ നിൽക്കുകയാണ്? ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആൻഡ് ദർ ഹെഡ് ആൻഡ് ദ സ്കൈ. അവൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? അവൻ്റെ സ്കൈയിലാണ് നിൽക്കുന്നത്. അപ്പം ഓരോ ചെടിക്കും എന്തുണ്ട്? ഒരു ക്രിയേച്ചറിനും ഓരോ ഇതിനും ഒരു ലിവിങ് ടുഗെദർ ഇതുണ്ട് എന്നുള്ളതും അവൻ്റെ ഫീറ്റ് എപ്പോഴും എവിടെയായിരിക്കും? ട്രീസിൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഗ്രൗണ്ടിലായിരിക്കും. ലീഡ്സ് ദ സ്കൈ. ദേ സീ ദ ക്ലൗഡ്സ് ആൻഡ് പാസിംഗ്. ദ സീസ് ആൻഡ് എന്ത് ചെയ്യാം? ക്ലൗഡ്സിനെ പാസിംഗ് ചെയ്യുന്നത് കാണാം. ദിസ് ഷോ ദാറ്റ് ട്രീസ് ആർ റിയലി ടോൾ. ട്രീസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോൾ ആയിട്ടുള്ളത്. ആൻഡ് ദ ഈവനിങ് ദ സ്കൈ ഡാർക്കൻസ് ആൻഡ് ബേർഡ് മൂവ് ഇൻ ദ ഹോം ഇൻ ദ ട്രീ ഓഫ് സേഫ്റ്റി. ഒരു സ്കൈ രാത്രി ആയി കഴിഞ്ഞാൽ തന്നെ ചെടികൾ അല്ലെങ്കിൽ അതൊക്കെ ഇതാവുമ്പോഴും ബേഡ്സിൻ്റെ വീടായിട്ടാണ് അത് ബേഡ്സിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഇടമാണ് അല്ലെങ്കിൽ ഒരു വീടായിട്ടാണ് ട്രീസിനെ കാണുന്നത്. ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ the trees stay awake to keep a watch over the world in the sleep. ചന്ദ്രനിലെ രാത്രികാലങ്ങളിൽ ചന്ദ്രൻ്റെ ലൈറ്റ് കൊണ്ട് ഈ ട്രീസിന് ലോകത്തിനെ തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വാച്ച് ചെയ്യാനും ഉറങ്ങുന്നതൊക്കെ കാണാനും ലോകം ഉറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും എന്നാണ് പോയിറ്റ് പറയുന്നത്. ദ പോയിറ്റ് കമ്പയർ നോബിൾ പീപ്പിൾ ആർ ടോൾ ട്രീസ്. പോയിറ്റ് ഇതിൽ എന്താ ചെയ്യുന്നത്? ഈ ടോൾ ട്രീസിനെ ആരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? പീപ്പിൾ ടോൾ ട്രീസ് ബിക്കോസ് they will have noble character. നല്ല മനുഷ്യൻ, അതായത് നോബൽ ക്യാരക്ടർ ആയിട്ടുള്ളവരാണ് ഏതെന്ന് പറയുന്നത്? ഈ ടോൾ ട്രീസ് എന്ന് പറയുന്നത്. വിച്ച് ഡിസ്റ്റിങ്വിഷ്ഡ് ദം ഫ്രം എ കോമൺ പീപ്പിൾ. ഒരു കോമൺ പീപ്പിളിനെ നോബൽ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്, കമ്പയർ ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഇൻ ദ സോയിൽ ലൈക്ക് ട്രീസ്, ദേ ആർ റൂട്ടഡ് ഇൻ ദ സോയിൽ ലൈക്ക് ട്രീസ്. അവർ എപ്പോഴും കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് സോയിലിൽ എന്ത് ചെയ്യുന്ന മണ്ണിൽ ഇങ്ങനെ ട്രീസിനെ പോലെ റോട്ടഡ് ആയിട്ടുള്ളതാണ്. ഇറ്റ് മീൻസ് ദേ ആർ ഹംബിൾ. അവരെപ്പോഴും എന്തായിരിക്കും? ഹംബിൾ ആയിരിക്കും. ആൻഡ് ജസ്റ്റ് ട്രീസ് പ്രൊവൈഡ് കെയറിങ് ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് സം ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഇവർ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ട്രീസ് പിന്നെ പല ഷെൽട്ടറും കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഷെൽട്ടർ ബേർഡ്സിന് കൊടുക്കുന്നുണ്ട്, ആനിമൽസിന് കൊടുക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂജ് നോബിളായിട്ടുള്ള മനുഷ്യന്, കോമൺ പീപ്പിളിന് എപ്പോഴും ഒരു ട്രീസ് മറ്റുള്ള ക്രിയേച്ചറിന് കൊടുക്കുന്നത് പോലെയുള്ള ഒരു വൈസ് ആയിട്ടുള്ള കെയറിങ്ങും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു കൺസേൺ ആണ് പോയിറ്റ് ഏതിൽ കാണിക്കുന്നത്? ഈ ടോൾ ട്രീസ് എന്നുള്ള പാഠത്തിൽ അല്ലെങ്കിൽ കവിതയിൽ പോയത്തിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ നോബൽ പീപ്പിളിനെയും കോമൺ പീപ്പിളിനെയും, സാധാരണക്കാരെയും വലിയ മനുഷ്യനെയും അല്ലെങ്കിൽ വലിയതായിട്ടുള്ള മനുഷ്യനെയും. ഗുഡ് പീപ്പിൾ ഷോ കെയർ ആൻഡ് കൺസേൺ ദ വീക്ക് ആൻഡ് പ്രൊട്ടക്റ്റ് ദം. അപ്പം ഒരു ചെടി മറ്റുള്ള ക്രിയേച്ചറിനെ എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു എന്നതുപോലെ ആയിരിക്കണം ഒരു നോബിൾ ആയിട്ടുള്ള മനുഷ്യൻ സാധാരണക്കാരനെ, അവൻ്റെ കാൽച്ചുവട്ടിലുള്ള മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനുമുള്ള ഒരു മനസ്സ് അവനുണ്ടായിരിക്കണം എന്നുള്ളതാണ് ടോൾ ട്രീസ് എന്ന് പറയുന്നത്. അപ്പം ടോൾ ട്രീസ് ആയിട്ടുള്ള മനുഷ്യരെ ഏതായിട്ടാണ് കാണിക്കുന്നത്? നോബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതിൽ നേച്ചർ എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് പിക്ചറാണ് ഇതിൽ കാണിക്കുന്നത്. ആ പ്ലസൻറ്റ് പിക്ചറിൽ എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ളതല്ലാത്ത കെയർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു നേച്ചറിനെയാണ് കാണിക്കുന്നത്. നേച്ചർ ആർ ദ ബ്യൂട്ടി ഓഫ് അവർ സറൗണ്ടിങ്സ്. അതൊക്കെ നമുക്ക് ഇതിൽ കാണി ടോൾ ട്രീസ് എന്നുള്ളതിൽ കാണാം.
safe in nest like a human being. Trees provided comfort. The tall trees keeping in the woods. അത് അതിലുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഈ പോയം എന്ന് പറയുന്നത് ഒരു റൈമിങ് വേർഡ്സിലാണ്, അതായത് ലാസ്റ്റ് വേർഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ലൈൻസ് അതിൻ്റെ ഓരോ പോയിൻറ്റ്സിൻ്റെയും ഓരോ സ്റ്റാൻസുകളുണ്ടാവും. ആ സ്റ്റാൻസ് ഒക്കെ ചെയ്യുന്നത് ഒരേ ഇതിലായിട്ടാണ്, ഒരു സിമിലർ സൗണ്ട്സിലാണ് ഇത് ചെയ്യുന്നത്. ഫ്ലോ ലൈൻസ് ദേസ് റിമെമ്പറിന് സ്ലെയിമിന് മേക്ക് ദമ്മിന് സിമിലർ ആയിട്ടുള്ള സൗണ്ട്സിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഏതിലുള്ളത്.